ഭദ്രം പശ്യേഷ്ടഭിരേതൃഷ്ടുവാം സ്വസ്തനമോഹിതം ഓം സ്വസ്തി സ്വസ്തി സാക്ഷിയോ ഹരിശ്ചനീ സ്വസ്തി നമോ ബൃഹസ്പതദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം അജ്ഞാനം സുപ്രധാനൈः സ്ഥിരചരനികരവ്യാപിഭിർവ്യാപ്യ ലോകാൻ ഉക്ത്വാ ഭോഗാൻ സ്ഥവിഷ്ഠാൻ പുനരവിക്ഷണോ ആസ്യവാൻ കാമജന്യാൻ ഈവാ സർവാൻ വിശേഷാൻ സുവിധിമധുരവും മായയാ ബോധയൻ മായാസംഗാതീയം പരമാമൃതമജം ബ്രഹ്മയസ്സന്നതോസ്മി. യോ വിശ്വാത്മാ വിദ്യവിഷയാൻ രാസ്യ ഭോഗാൻ സ്ഥവിഷ്ഠാൻ പശ്ചാത്തന്യാൻ സ്വമപി വിഭവാൻ ജ്യോതിഷാസ്വേന സൂക്ഷ്മാൻ സർവാനേതാൻ പുനരവിശനൈഃ സ്വാത്മനി സ്ഥാപയിത്വാ ഹിത്വാ സർവാൻ വിശേഷാൻ വികരവനഃ പർവസോ അസുരീയ. ഓമിത്യേതദക്ഷരം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതി സർവമോംകാരേവ യച്ഛാന്യത്രികാരാതീതം തദപ്യോംകാരേവ. സർവം ബ്രഹ്മായമാത്മാ ബ്രഹ്മ സോയമാത്മാ ചതുഷ്പാ വ്യാകരിതസ്ഥാനോഷ്പ്രജ്ഞഃ സപ്താംഗ ഏകോനവിംശതിമുഖഃ സ്ഥൂലോ വൈശ്വാനര പ്രഥമഃ പാദഃ. സ്വപ്നസ്ഥാനോന്തഃപ്രജ്ഞഃ സപ്താംഗ ഏകോനവിംശതിമുഖഃ പ്രവിവിക്തോ തൈജസോ ദ്വിതീയഃ പാദഃ. ഈ ഉപനിഷത്തിൻ്റെ പ്രതിജ്ഞ തന്നെ അയമാത്മാ ബ്രഹ്മ, ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു. ഇപ്പോൾ രണ്ടെണ്ണമാണ് പദങ്ങൾ. ആത്മാ ബ്രഹ്മ, ഈ ആത്മാവ് ബ്രഹ്മമാകും. ബ്രഹ്മത്തെപ്പറ്റി നമ്മൾ ധാരാളം വായിക്കും. ഇനി ബ്രഹ്മം എന്നൊക്കെ പറയുമ്പോഴേ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് വ്യവഹാരത്തിലാണ് പറയുന്നത്. ദ്വൈത ഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ദ്വൈത ഭാഷയിലെ ബ്രഹ്മത്തെക്കുറിച്ച് പറയാനും സാധ്യമല്ല. കാരണം ദ്വൈതത്തിനും അതീതമാണല്ലോ. അപ്പം ദ്വൈതത്തെക്കുറിച്ച് വാസ്തവത്തിൽ വാക്കുകൊണ്ടൊന്നും പറയാം. പിന്നെ അവിടെ എത്താനുള്ള വഴി വ്യവഹാരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതുള്ളൂ. എത്താനുള്ള വഴി കണ്ടുപിടിക്കാം. നീതി എന്നുള്ളത് എന്തിനെയൊക്കെ തള്ളണം എന്ന് കണ്ടുപിടിക്കാം. മറ്റേ നമുക്ക് സ്വയം അനുഭവമാണ്, വ്യക്തമായിട്ട് അനുഭവമാണ് നമ്മൾ അറിയുന്നില്ലെങ്കിലും. അപ്പം ആ ബ്രഹ്മം എന്നുള്ളതിന് നമ്മൾ നിർവചനങ്ങൾ പലതും കൊടുത്തിട്ടുണ്ട്. വ്യാവഹാരികമായിട്ട് പറയുമ്പം ഈ ബ്രഹ്മം അല്ലാത്തതിൽ നിന്ന് വേർതിരിക്കാനുള്ള, അതിനെ വ്യാവർത്തിക്കാനുള്ള മാർഗങ്ങളാണ് ഈ പറയുന്നത്. ഇപ്പം യാതൊരു സ്പർശം ദൃശ്യം തന്നെയാണ് കണ്ടത്. ദൃശ്യമാണ് എപ്പോഴും നമുക്കറിയാം. ഇപ്പം ദൃശ്യമേ ഇല്ലാത്ത, ദൃശ്യഭാവനയൊന്നുമില്ലാത്ത, സ്പർശമില്ലാത്ത നിരുപാധിക ചൈതന്യം, ദേശകാല വസ്തു ഭേദമില്ലാതെ ഏകവും പൂർണ്ണമായിരിക്കുന്ന ചൈതന്യം. ഇങ്ങനെയൊക്കെ പറയാനേ പറ്റൂ. അല്ലാതെ ആരാണ് വാക്കുകൊണ്ട് വീണ് പോയാൽ അത് ദ്വൈതമാണ്. ദ്വൈത ഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. നമ്മൾ അതിനെ ദ്വൈതത്തിൽ കൂടെ നമ്മളൊരു ലക്ഷണം പറയുമ്പോൾ ആ ലക്ഷണത്തിൽ കൂടെ ചിന്തിച്ചാണല്ലോ ആ വിഷയം അറിയേണ്ടത്. ബ്രഹ്മം എന്നുള്ളത് ഇതാണ്, സർവത്ര എപ്പോഴും സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവാണ്. അത് ആത്മാവ് തന്നെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവ് എന്താണെന്ന് അറിയണം. അതിനെ നമുക്ക് പരിശോധിക്കാൻ പറ്റും. ആത്മാവിനെ പരിശോധിക്കുക. ആത്മാവെന്ന് പറഞ്ഞാൽ തൻ്റെ ഹൃദയത്തിൽ ഞാനെന്ന അനുഭവത്തിന് ലക്ഷ്യമായിരിക്കുന്ന ആ ചൈതന്യം, അതാണ് ആത്മാവ്. അപ്പം ആ ആത്മാവിനെ അറിയണമെങ്കിൽ അത് ബ്രഹ്മം തന്നെയാണെന്ന് ഉപനിഷത്ത് പറഞ്ഞു.
അത് ബ്രഹ്മം തന്നെയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് പല വഴികളിൽ കൂടെ പോകേണ്ടി വരും. ഒന്നാമതിന് നമ്മുടെ ഈ ജീവൻ ഇപ്പം അറിയാൻ ശ്രമിക്കുന്നത് ജീവനാണല്ലോ. നമ്മൾ ജീവനായിട്ടിരുന്നാണല്ലോ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ. ജീവൻ എന്ന് പറഞ്ഞാൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവൻ. അത് പ്രസൻറ്റ് ടെൻസാണ്, കണ്ടിന്യൂസ് ടെൻസാണ്. ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്നവൻ ഇപ്പം ജീവിക്കുക എന്നുള്ളതാണ് അയാളുടെ സ്വഭാവം. അയാൾക്ക് അയാൾക്ക് ഒരിക്കലും ഈ ജീവൻ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കേണ്ടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ജീവിക്കാനുള്ള ആവേശം കൊണ്ട് പറയും. അല്ലാതെ ഒരു മനുഷ്യനും ജീവിക്കണ്ട എന്ന് തോന്നുകയില്ല. ഒരു നിമിഷം ജീവിക്കേണ്ടെന്ന് തോന്നി ഏതെങ്കിലും ഒരു വികാരക്ഷോഭം കൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യാനൊക്കെ തുടങ്ങി, അഥവായൊക്കെ മരിക്കാൻ പറ്റുന്നയാൾ പിന്നെ ഒരിക്കലും മരിക്കാനൊരുങ്ങി. അങ്ങനെയല്ലേ നമ്മൾ കാണുന്നു. ജീവൻ എന്ന് പറഞ്ഞാൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിന് ആത്മാവിനെക്കുറിച്ചാണല്ലോ നമ്മൾ അറിയേണ്ടത്. അപ്പം നാം എന്ന് പറയുന്നത് ഇപ്പം ജീവനായിട്ടായിരിക്കുന്നു. അപ്പോൾ ജീവൻ എന്താണെന്ന്, ജീവൻ്റെ ലക്ഷണം ഈ നമ്മൾ അദ്വൈതാവസ്ഥയിലൊക്കെ പഠിച്ചു. അതുപോലെ എല്ലാ പ്രകരണ ഗ്രന്ഥങ്ങളിലും ഉണ്ട് ജീവൻ്റെ ലക്ഷണം. വിദ്യാരണ്യസ്വാമികൾ പറയുന്നത് ചൈതന്യം യഥാധിഷ്ഠാനം ലിംഗദേഹസ്ഥ പുനഃ ചിച്ഛായ ലിംഗദേഹസ്ഥ തത് സംഘോ ജീവ ഉച്ച. ഒരു സംഘമാണ് ഈ ജീവൻ എന്ന് പറയുന്ന ഒരു സംഘമാണ്. അത് പലത് കൂടിയതാണ്. സംഘം എപ്പോഴും പിരിഞ്ഞു. ഒരു സംഘം ഒരിക്കലും അതേപോലെ അങ്ങ് തുടർന്ന് നിൽക്കുകയില്ല. അത് എപ്പോഴെങ്കിലും അതിന് പിരിവുണ്ട്, അത് മാറും, ഓരോന്നോരോന്നായിട്ട് മാറിപ്പോകും. അപ്പോൾ ഈ ചൈതന്യം ഈ പറഞ്ഞ ബ്രഹ്മചൈതന്യം യഥാധിഷ്ഠാനം, അതാണ് ജീവൻ്റെ അധിഷ്ഠാനം. ചൈതന്യം യഥാധിഷ്ഠാനം ലിംഗദേഹസ്ഥ എപ്പുന. നമ്മളിവിടെ ഏകോനവിംശതി മുഖ എന്ന് പറഞ്ഞല്ലോ, അതാണ് ലിംഗദേഹസ്ഥ എപ്പുന. ചിച്ഛായ ലിംഗദേഹസ്ഥ, ഇതിലൊരു ചിച്ഛായ ഉണ്ടായി. അതായത് ഭഗവാൻ ഇങ്ങനെ സൃഷ്ടിയെക്കുറിച്ച് നമ്മളവിടെ വിസ്തരിച്ച് പഠിച്ചു. അതിൽ ലിംഗദേഹം ഉണ്ടായി. ലിംഗദേഹം എന്ന് പറഞ്ഞത് ഈ സൂക്ഷ്മ ശരീരം. ഇതിൻ്റെ ഈ സൂക്ഷ്മ ശരീരത്തിൽ അത് വളരെ അന്ധകരണം വളരെ സാത്വികമായതുകൊണ്ട് അതിൽ ആ ബ്രഹ്മചൈതന്യം നല്ലപോലെ പ്രതിഫലിച്ചു. ആ ചിച്ഛായ വരണമെങ്കിൽ അതിനൊരു ഉപാധി വേണം. അതാണ് ഈ അന്ധകരണം. അതിന് ഒരു അധിഷ്ഠാനം വേണം. ഈ അന്ധകരണവും ജഡമാണ്. അന്ധകരണം ഉണ്ടെങ്കിലേ ചിച്ഛായുള്ളൂ. അന്ധകരണം ജഡമാണ്. അപ്പോൾ അതിന് ചൈതന്യം കൊടുക്കുന്ന ഒരു വസ്തു, അതാണ് അധിഷ്ഠാനമായ ബ്രഹ്മചൈതന്യം. അപ്പം ഈ ഓരോരുത്തരും നമ്മൾ ജീവൻ എന്ന് പറയുന്നത് ഈ ചൈതന്യമാകുന്ന അധിഷ്ഠാനത്തിലുള്ള സൂക്ഷ്മ ശരീരത്തിലുണ്ടായ ബ്രഹ്മപ്രതിബിംബവും കൂടാണ്. ബ്രഹ്മപ്രതിബിംബം എന്താണെന്നൊക്കെ നമുക്ക് അതിനെപ്പറ്റി എങ്ങനെ ഒന്ന് ആലോചിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നതാണ് ഇതൊക്കെ. മറ്റേ പ്രതിബിംബം എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ബിംബം എന്തോ അതാണ് പ്രതിബിംബിക്കുന്നത്, അല്ലേ? എന്താണോ ബിംബം അതിൻ്റെയാണ് പ്രതിബിംബം ഉണ്ടാകുന്നത്. ഇവിടെ ബിംബം എന്താണ്? അറിവാണ്. അപ്പം അന്ധകരണത്തിൽ പ്രതിബിംബിച്ചത് എങ്ങനെയാണ്? അറിവായിട്ട്. അപ്പോൾ അന്ധകരണത്തിലുണ്ടാകുന്ന അറിവ് ഈ ചിച്ഛായ ഇവിടെ ഉള്ളത് കൊണ്ടുണ്ടാകുന്നതാണ്. അതുണ്ടായിരിക്കുന്നത് ആ ചിത്തിൽ നിന്ന്. ചിത്താകുന്ന അധിഷ്ഠാനത്തിൽ. അപ്പോൾ ഞാനെന്ന് ഞാൻ പറയുമ്പം, ഇപ്പം നമ്മൾ പറയുമ്പം എന്തിനെയൊക്കെ കണക്കാക്കും? ഈ അധിഷ്ഠാനമായ ചൈതന്യം, അന്ധകരണത്തിലുള്ള പ്രതിബിംബം, ഇത് മൂന്നുമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഇപ്പം നമുക്കത് മനസ്സിലാകുന്നില്ലല്ലോ. നമ്മളിപ്പോൾ ഇവിടെ ഞാനിരിക്കുന്നു എന്നല്ല എൻ്റെ വിചാരം. നമ്മളിങ്ങനെയല്ല. അപ്പോൾ ശരിക്കും ജീവൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിനിരിക്കാനുള്ള വസ്തു മാത്രമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. അല്ല ഗീത പറയുന്ന ഉടുപ്പ് മാറ്റുന്ന പോലെ ഓരോ മരണം വരുമ്പോഴും നമ്മളൊരു ഉടുപ്പ് മാറ്റി എങ്ങനെ നമുക്ക് ഉടുപ്പ് മാറ്റുമ്പോൾ എന്തെങ്കിലും കുഴപ്പം വരാറുണ്ടോ? ഒന്നും വരാറില്ലല്ലോ. അതേപോലെ ഈ ജീവന് ഈ ശരീരം മാറുമ്പോൾ ഒന്നും സംഭവിക്കാനില്ല. ഈ ജീവൻ വേറൊരു ഉടുപ്പെടുക്കും. അങ്ങനെ മാറി അങ്ങനെ. അതുകൊണ്ട് ഈ ജീവൻ എന്ന് പറയുന്നതിന് അതിൻ്റെ വ്യവഹാരത്തിന് ഇരിക്കാനുള്ള ഒരു ഉപാധിയായ ഈ ശരീരം ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ശരീരമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് ഉറക്കത്തിൽ ശരീരമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ ഞാൻ ചത്തുപോകുന്നൊന്നുമില്ല. നമ്മളിവിടെ തന്നെ നമ്മളിവിടെ ജീവിച്ചു തന്നെ ഇരിക്കുകയാണ്. ജീവനുണ്ട്.
പക്ഷേ ശരീരബന്ധമില്ല. അപ്പോൾ ശരീരം ഇല്ലാതെ ശരീരം തൻ്റെ അവശ്യ ഘടകമൊന്നുമില്ല. നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ ശരീരം, വ്യാവഹാരികമായി പ്രവർത്തിക്കണമെങ്കിൽ ശരീരം. ശരീരത്തിലിരുന്ന് ഈ ശരീരം ഞാനാണെന്നും ഈ കർമ്മങ്ങളൊക്കെ എൻ്റേതാണെന്നും ഉള്ള അഭിമാനമില്ലാതെ ആർക്കും വ്യവഹരിക്കാൻ സാധ്യമല്ല. ശങ്കരാചാര്യർ പ്രത്യേകം പറയും. നമ്മളിപ്പം പറയും ഇതെന്ന് പറയുന്നവരില്ലേ പലരും, ശരീരത്തിന് ഇത്. അങ്ങനെ ഇതെന്ന് പറയണമെങ്കിൽ നമുക്കിതിൽ അഭിമാനം വന്നിരിക്കുന്നു. അഭിമാനം ഇല്ലാതെ ആർക്കും നമുക്ക് എന്ത് വ്യവഹാരം നടക്കുന്നു, വ്യാവഹാരികമായി എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഈ ശരീരത്തെ ഞാനാണെന്നും നമ്മുടെ കരണങ്ങളൊക്കെ എൻ്റേതാണെന്നും ഉള്ള അഭിമാനത്തോടു കൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ജീവഭാവം അതാണ്. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ശരീരം എന്നുള്ളത് വെച്ച് ചിന്തിക്കാതെ ജീവൻ എന്നുള്ളത് ഇതാണ്. ഈ ജീവൻ ബ്രഹ്മമാണ് എന്നാണല്ലോ ഇവിടെ അയമാത്മാ ബ്രഹ്മം. അപ്പോൾ ഈ ശരീരമല്ല ബ്രഹ്മം എന്ന് പറഞ്ഞത്, ആ അന്ധക്കരണ അവച്ഛിന്ന ചൈതന്യം. ഇപ്പം പല നമ്മൾ ആദ്യം പറഞ്ഞാലും അന്ധക്കരണ അവച്ഛിന്ന ചൈതന്യം, അന്ധക്കരണ വിശിഷ്ട ചൈതന്യം, ബിംബപ്രതിബിംബം, അതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പം ഇങ്ങനെയുള്ള ഈ സംഘാതത്തിൽ നിന്നും ഇതിൽ നിത്യമല്ലാത്തത് എന്താണ്, സത്യമല്ലാത്തത് എന്താണ്, സത്യമായത് എന്താണെന്നാണ് നമുക്ക് തിരഞ്ഞുകണ്ടുപിടിക്കുക. അതിന് അനേക മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പല വിവേകം പ്രക്രിയകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രക്രിയയാണിത്. ഇതിലിത്രേ പറഞ്ഞിട്ടുള്ളൂ. ഈ കഴിഞ്ഞ മുണ്ടകോപനിഷത്ത് നമ്മൾ പഠിച്ചു, പിന്നെ പ്രശ്നോപനിഷത്തിലുണ്ട്, ബൃഹദാരണ്യകത്തിൽ 2 സ്ഥലത്ത് വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ അവസ്ഥാത്രയത്തെക്കുറിച്ച്. അപ്പം ഇതിൽ നിന്നാണ് നമുക്ക് ഈ എൻ്റെ ലക്ഷ്യം എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്. അതിനാണ് അവസ്ഥാത്രയ പ്രക്രിയ. ഇത് എഴുതിയത് മാണ്ഡൂക്യ മഹർഷിയാണല്ലോ. മാണ്ഡൂക്യ മഹർഷി എന്ന് പറഞ്ഞാൽ മണ്ഡൂക ഈ കുലത്തിലുള്ളതാണ്. ആ ഗോത്രത്തിൽപ്പെട്ട ആളാണ്, ഈ മണ്ഡൂക ഗോത്രത്തിൽപ്പെട്ട ആളാണ് മാണ്ഡൂക്യ മഹർഷി. അപ്പോൾ ഇതിനെപ്പറ്റി കഥ പറയുന്നത് ഇവിടെയൊക്കെ ഉണ്ടത്. ഈ ഒരു കാലത്ത് വലിയ ജലക്ഷാമം ഉണ്ടായിരുന്നു. വസിഷ്ഠ മഹർഷി ഇതിന് പരിഹാരം കാണാനായിട്ട് തപസ് ചെയ്തപ്പം വൃഷ്ടി സൂക്തം എന്നൊരെണ്ണം അദ്ദേഹം ദർശിച്ചു. അങ്ങനെ ദർശിച്ചപ്പം ഈ തവള കരയുന്ന പോലെ തോന്നി. അപ്പോൾ തവള കരയുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ മഴ പെയ്യുമ്പോഴല്ലേ തവള. ഇപ്പോൾ തവളയല്ലേ കരച്ചിലില്ലേ. എൻ്റെയൊക്കെ ചെറുതിലെയൊക്കെ നല്ല എല്ലാം ഇങ്ങനെ വെള്ളം കിടക്കും. മഴ പെയ്യുമ്പോഴത്തേന് ഇതെല്ലാം കൂടെ അവിടെ കിടന്ന് ഭയങ്കര വെള്ളം. അപ്പം ഈ തവള കരയുന്ന പോലെ തോന്നി. അപ്പം വെള്ളം കിട്ടും എന്ന് വളരെ സന്തോഷം വന്നു. അപ്പോൾ ആ സന്തോഷം കൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, ഈ മണ്ഡൂക വംശത്തിലുള്ളവരെല്ലാം മഹർഷിമാരാകട്ടെ, വലിയ തപസ്വികളാകട്ടെ, മന്ത്രദ്രഷ്ടാക്കളാകട്ടെ എന്നൊക്കെ അനുഗ്രഹിച്ചു. ആ കുലത്തിലുള്ളതാണ് മാണ്ഡൂക്യ മഹർഷി. ഈ ഒരു ഭാവം, ജീവൻ്റെ ഒരു സ്ഥിതി എന്താണെന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മളിത് കേൾക്കാൻ. അതായത് നമ്മൾ ഈ ശരീരം ഞാനാണെന്നുള്ള രീതിയിൽ ചിന്തിച്ചാലും എത്തത്തില്ല. ആദ്യത്തേത് ഓമിത്യേത് അക്ഷരമിതം സർവം. ഈ നമ്മൾ എന്തൊക്കെ കാണുന്നു അതെല്ലാം അക്ഷരനിൽ അടങ്ങിയിരിക്കുന്നു. അക്ഷരൻ എന്ന് പറഞ്ഞത് പ്രാണരൂപത്തിൽ സർവസ്വവും അടങ്ങിയിരിക്കുന്നതാണ് ഈ അക്ഷരൻ എന്ന് പറയുന്നത്. നമ്മൾ ബൃഹദാരണ്യത്തിൽ പഠിച്ചതേ ഇതിനെല്ലാം ഇങ്ങനെ എന്തിൽ ഇരിക്കുന്നു, എന്തിലാണ് അധിഷ്ഠാനം ചെയ്യുന്നതെന്ന് അന്വേഷിച്ച് ഒടുവിൽ ഈശ്വരൻ ആരാണെന്ന് പറഞ്ഞു. ഈശ്വരൻ എന്ന് പറയുന്നത് വായു ഉപാധികനായ ചൈതന്യമാണ്. വായു ഉപാധികം. വായു എന്ന് പറഞ്ഞാൽ എന്താ? പ്രാണനാണത്. അപ്പം അതിനാണ് ഈ ചലിക്കാനുള്ള ശക്തിയുള്ളത്. അപ്പം അതെന്തിലാണോ ഓതപ്രോതം എന്ന് ഗാർഗി ചോദിക്കുമ്പോൾ അത് അക്ഷരനിലാണ്. ഈ അക്ഷരൻ എന്ന് പറയുന്ന ആകാശോപാധികമായ ചൈതന്യം. അത് അവ്യാകൃതമാണ്. ആകാശം അവ്യാകൃതം. നമുക്കവിടെ ചിന്തിക്കാൻ തന്നെ വിഷമമാണ്. കാരണം അവ്യാകൃതം എന്ന് പറഞ്ഞാൽ ഒന്നും വ്യാകരിച്ചിട്ടില്ല. വായു പോലും വ്യാകരിച്ചില്ല. രണ്ടാമത്തെ ഭൂതമാണല്ലോ വായു. അതുപോലും ഉണ്ടായിട്ടില്ല. അതിനു മുമ്പേ ആ സകല പ്രാണൻ എന്നുള്ളതിന് എനർജി എന്നൊരു പദം പകരമായിട്ട് പ്രയോഗിക്കാറുണ്ട്.
അത്ര ശരിയല്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എന്തായാലും നമുക്കൊരു ഐഡിയ കിട്ടണമല്ലോ. അപ്പോൾ ഈ എനർജി പ്രാണൻ മുഴുവനും അവ്യാകൃതമായി അല്പം പോലും ചലനം സംഭവിക്കാതെ ഒരുമിച്ച് ഇരിക്കുന്ന ഒരവസ്ഥയാണ് അക്ഷരം. അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. എനർജി മുഴുവൻ അപ്രകാരം എടുക്കുന്ന ഈശ്വരചൈതന്യം ഇല്ലാതെ ഒരു വസ്തുവും നിലനിൽക്കുന്നില്ല. അതിന് ആ ബ്രഹ്മചൈതന്യം ഉണ്ട്. അതിലുള്ള ഈ സത്വരജ ഗുണം എന്നൊക്കെ പറയുന്നതും ഒക്കെ എനർജിയുടെ ഭാവങ്ങളല്ലേ. ഗുണം എന്ന് പറയുമ്പം തന്നെ ആകാശഗുണം എന്താണ്? ശബ്ദമാണ്. ശബ്ദം എന്തുവാ? ഈ സൗണ്ട് എനർജി അല്ലേ. അപ്പം ഈ ഗുണം എന്ന് പറഞ്ഞാലും എനർജി എന്ന് നമുക്ക് വിചാരിക്കാം. ഈ ആകാശം എന്ന് പറയുന്നതും ഈ സകല അങ്ങനെ ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ്. ഒന്നും വ്യാകരിക്കാതെ ആ കേവല ശക്തി മാത്രം, ആ ശക്തി മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സമയം. അത് സയൻസും സമ്മതിക്കുന്നു. ഈ ശക്തി മുഴുവൻ അങ്ങനെ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥ ഈ സയൻസ് പ്രകാരം ആ അവസ്ഥയിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. നമ്മളും പറയാം ആ പ്രപഞ്ചം ഉണ്ടായി. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇത് തന്നെ അങ്ങോട്ട് ഓട്ടി പുറപ്പെടുത്തില്ല. കാരണം ഏതെങ്കിലും ഒരു സംഗതി ഇരിക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒരു എനർജി കൊടുക്കാതെ അതിന് മാറ്റം വരികയില്ല. അങ്ങനെയാണല്ലോ ഇവരുടെ നിയമം. ഏതെങ്കിലും ഒരു അപ്പോൾ ഈ ശക്തി അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഈ പ്രാണൻ മുഴുവനായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുമ്പോഴും അതിന് വ്യാകരിക്കണമെങ്കിൽ അവിടെ ഒരു എനർജി വേണം. ഏതെങ്കിലും ഒരെണ്ണം അപ്പോഴാണ്. അതാണ് ഭഗവാന്റെ സങ്കല്പം, ഈശ്വര സങ്കല്പം. ആ ഈശ്വര സങ്കല്പം കൊണ്ട് ഇതിന് വ്യത്യാസം വന്നിട്ട് പ്രാണൻ ഇങ്ങനെ പഞ്ചഭൂതങ്ങളിൽ നിന്ന് സൂക്ഷ്മ പ്രപഞ്ചം, അത് വ്യക്തമായിട്ട് ആ പ്രപഞ്ച സൃഷ്ടി നമ്മൾ ദ്വൈതാർത്ഥത്തിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പ്രപഞ്ചമായിട്ട് തീർന്നു. ആ കൂട്ടത്തിൽ രാജസപ്രധാനമായ മായയുടെ അംശമാണ് ജീവനായിട്ട് വന്നിരിക്കുന്നത്. രാജസം എന്ന് പറഞ്ഞാൽ ഇളക്കമല്ലേ. അപ്പം ഇളക്കം സ്വാമിജി പറയുന്നതല്ലേ, സ്വാമിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സമുദ്രത്തിൽ പല തിരകളിങ്ങനെ വരും. ആ തിരകളിൽ ഓരോരുത്തരും സൂര്യപ്രതിബിംബം. അതേപോലെ വലിയൊരു സൂര്യപ്രതിബിംബം തിരയില്ലാത്തതും തിരയുള്ളതും എല്ലാം കൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സൂര്യപ്രതിബിംബം. ഓരോ തിരയിലും ഒരു സൂര്യപ്രതിബിംബം. ഈശ്വരൻ എന്ന് പറയുന്ന ആ സമഷ്ടി പ്രതിബിംബത്തിൻ്റെ സ്ഥാനത്തും ഓരോ തിരയിൽ വരുന്ന പ്രതിബിംബം ജീവൻ്റെ സ്ഥാനത്തുള്ളത്. അപ്പോൾ ഈ തിര ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗുണവും ഇളക്കമാണ്. തിരയും ഇളകുകയാണ്, നമ്മളും ഇളകുക. നമ്മുടെ മനസ്സ് ഇളകിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോഴും നാനാവസ്ഥയോടുമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ നമ്മൾ മുമ്പേ പറഞ്ഞ ജീവചൈതന്യമുണ്ടല്ലോ, ജീവൻ, അതിലെയാണ് വിജ്ഞാനമയനായ ജീവൻ. ആ ബുദ്ധിയിൽ പ്രതിഫലിച്ച ചൈതന്യമാണ് വിജ്ഞാനമയമായ ജീവൻ. ഈ വിജ്ഞാനമയം ഈ സകല കരണങ്ങളുടെയും എല്ലാം ഇടയ്ക്കാണല്ലോ ഇരിക്കുന്നത്. അതെല്ലാം ഇതിൻ്റെ അകത്ത് പ്രകാശിക്കുകയാണല്ലോ. കരണങ്ങളുടെ എല്ലാം പ്രവൃത്തികളും ഇതെല്ലാം ഇതിൽ പ്രകാശിച്ചിരിക്കും. ഈ ബുദ്ധിയിൽ പ്രകാശിക്കുന്നതുകൊണ്ട് തന്നെ ആ ശരിയായ ചൈതന്യത്തെ ഇതിനെ അറിയാൻ കഴിയില്ല. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ ഏതാണ്? നമ്മുടെ മനസ്സിൽ ആ ചൈതന്യമുണ്ട്, പക്ഷേ അനേക മനോവൃത്തികൾ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ആ മനോവൃത്തി കൊണ്ട് ഇളകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ശരിയായ ചൈതന്യം ഇതാണ്, എൻ്റെ സ്വരൂപം ഇതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ എങ്ങനെ അതിനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കും എന്നാണ് ചിന്തിക്കുന്നത്. അതിനാണ് പല പ്രക്രിയകൾ. ഇവിടെ ഇപ്പോൾ ഋഷി പറഞ്ഞു ഇതെല്ലാം ഓംകാരം മാത്രമാണ്, അക്ഷരനാണ്, അതായത് സകലം പ്രാണൻ മാത്രമാണ്. എല്ലാ ഉപനിഷത്തും ഈ പ്രപഞ്ച ദൃശ്യം എന്ന് പറയുന്നത് പ്രാണമാത്രമാണ്. അപ്പോൾ ഇതെല്ലാം പ്രാണമാത്രമാണ്. അതിനെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ അവസ്ഥകളെ ഒന്ന് അപഗ്രസിച്ചു നോക്കുക. ആദ്യം ജാഗ്രത അവസ്ഥ. ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത് അവിടെ സ്ഥൂല ശരീരമുണ്ട്, സപ്താംഗ ഏകോനവിംശതിനുണ്ട്. അപ്പോൾ സ്ഥൂല ശരീരമുണ്ട്, 19 കരണങ്ങളുമുണ്ട്. 19 കരണങ്ങൾ, സൂക്ഷ്മ ശരീരം 19 കരണങ്ങൾ. അപ്പോൾ ഇത്രയും ആ ഒരവസ്ഥയിൽ ഈ 19 കരണങ്ങളെ ഈ ശരീരത്തിൽ ഞാൻ ഇരിക്കുന്നു എന്നുള്ള അഭിമാനത്തോടു കൂടി
19 കരണങ്ങളെ കൊണ്ടും പ്രവർത്തിക്കുന്ന ഒരവസ്ഥയാണ് സ്ഥൂല ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത്. അവിടെ സ്ഥൂല ഭുക്കാണ്. കാരണം സ്ഥൂലമായിട്ടുള്ളതിനെ അറിയുന്നു, സ്ഥൂലമായിട്ടുള്ളതിനെ നമ്മൾ അനുഭവിക്കുന്നു. ഭുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുക മാത്രമല്ല, അനുഭവിക്കുക. നമ്മുടെ അനുഭവം സുഖ അനുഭവം. അപ്പം സുഖഭോഗമാണത്, ദുഃഖ അനുഭവം. അപ്പം ഇങ്ങനെ സുഖദുഃഖങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ നോക്കുമ്പോൾ ഇത്രയും എനിക്ക് സ്ഥൂല ശരീരമുണ്ട്, ഇത്രയും കരണങ്ങളുണ്ട്, കരണങ്ങളെ കൊണ്ട് അനേക ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, കർമ്മേന്ദ്രിയങ്ങളുണ്ട്. ഇതുകൊണ്ടല്ല നമ്മൾ വെളിയിൽ അനേക വസ്തുക്കളെ കണ്ട് അതിൻ്റെ എല്ലാം സുഖദുഃഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട്, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ, ജാഗ്രത അവസ്ഥ. കഴിഞ്ഞ ക്ലാസ് ഇല്ലായിരുന്നു. അവിടെ പോയി അല്ല 19 കരണങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 പ്രാണങ്ങളാണ്. മനസ്സിനെ 4 മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇങ്ങനെ 4, പിന്നെ 19. അപ്പോൾ ഈ 4 ഭാവം ഇരിക്കുന്നവരുണ്ടല്ലോ, അതൊരു അധിഷ്ഠാനത്തിലല്ലേ ഇരിക്കുന്നത്, അതിസൂക്ഷ്മ ആകാശത്തിലാണ് ഇരിക്കുന്നത്. അതാണ് ആകാശം അവിടുത്തെ. പ്രാണകരണമല്ലേ? പ്രാണനാണ് വാസവതി ഇതല്ല. അതൊരു സമയം പറയുന്നത് നമ്മൾ ഇവിടെ നമുക്ക് പ്രാണൻ ഇതിനെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ പ്രാണൻ ഇരിക്കുന്നു. അത് ചെവി കൂടെ വന്നാൽ നമ്മൾ കേൾക്കും, അത് വായി കൂടെ വന്നാൽ നാക്കേ കൂടെ വന്നാൽ സംസാരിക്കും, കണ്ണിൽ കൂടെ വന്നാൽ കാണും. ഒരേ പ്രാണനാണ് ഈ പ്രവർത്തിക്കുന്നതല്ല. അപ്പോൾ അത് ശരിയായ കാരണം പ്രാണനാണ്. അപ്പോൾ ആ അവസ്ഥയെ നോക്കിയപ്പോൾ എന്താണ്, ഈ അവസ്ഥ എപ്പോഴും ഒരുപോലെ നിൽക്കുന്നില്ല. ഈ അവസ്ഥ അപ്പോൾ നമ്മൾ എല്ലാവരും ഉറങ്ങത്തില്ലേ, സ്വപ്നം കാണുന്നുണ്ട് ഇടയ്ക്ക്. അപ്പം നമ്മൾ ബൃഹദാരണ്യത്തിൽ പഠിച്ചത് പിന്നെ ജാഗ്രത അവസ്ഥയിൽ നിന്ന് സ്വപ്നത്തിലോട്ടും, സ്വപ്നത്തിലോട്ട് സുഷുപ്തിയിലോട്ടും, സുഷുപ്തിയിൽ നിന്ന് സ്വപ്നത്തിലോട്ടും അങ്ങനെ സഞ്ചരിക്കുകയുള്ളൂ ചെയ്യും. പക്ഷേ അറിയുന്നില്ല ഈ സ്വപ്നം. പലപ്പോഴും നമ്മൾ അറിയാം, എൻ്റെ കാര്യം ഞാൻ സ്വപ്നം കാണുന്നില്ല. പക്ഷെ അങ്ങനെ അല്ല, ഇങ്ങനെ യാത്ര ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നും സ്വപ്നാവസ്ഥയിലേക്ക് പോവുക. നമ്മളടുത്തൊരു സ്വപ്നമാണല്ലോ, ജാഗ്രത നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. സ്വപ്നത്തിലേക്ക് പോകുന്ന ഒരാൾ, നമ്മൾ സ്വപ്നം കാണുന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. അല്ലാത്ത അനുഭവമുള്ള കാര്യമാണ് സ്വപ്നം. ഈ സ്ഥൂല പ്രപഞ്ചം പൂർണ്ണമായിട്ട് മറന്നു പോകും. അതായത് ഒരു ആചാര്യൻ പറയുന്നത് ഈ ജാഗ്രത അഭിമാനിയായ പുരുഷനുണ്ടല്ലോ, ഞാൻ ഇത് കാണുന്നു, ജാഗ്രത അവസ്ഥ അനുഭവിക്കുന്നു എന്ന് പറയുന്ന പുരുഷൻ, അതായത് ആ ചൈതന്യം അത് സ്വപ്നത്തിലങ്ങ് ലയിച്ചു. ജാഗ്രത അഭിമാനി സ്വപ്നത്തിൽ ലയിച്ചു. അതേസമയം സ്വപ്ന അഭിമാനി ജാഗ്രത ലയിക്കത്തില്ല. കാരണം ഒന്ന് സൂക്ഷ്മമാണ്, ഇത് സ്ഥൂലമാണ്. ജാഗ്രത സ്ഥൂലമാണ്. അപ്പോൾ സ്ഥൂല പുരുഷൻ സൂക്ഷ്മത്തിൽ ലയിക്കും. അതുകൊണ്ട് നമ്മളൊന്നും അറിയുന്നില്ല. ഞാൻ സ്വപ്നം കാണുമ്പോൾ ഈ ജാഗ്രതത്തിനെ കുറിച്ച് ഒന്നും തന്നെ അറിയുന്നില്ല. അപ്പം ജാഗ്രതത്തിനെ ഒന്നും, അപ്പം നമുക്കെന്താണ് ഈ സാധന ഇതിലെന്ന് പറയുന്നത്, ഈ സ്ഥൂല ശരീരത്തെ, സ്ഥൂല പ്രപഞ്ചത്തെ അറിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകും. സ്വപ്നാവസ്ഥ പോലെ ഈ സൂക്ഷ്മ ശരീരത്തെ, സ്ഥൂല പ്രപഞ്ചത്തെക്കുറിച്ച് അറിയുന്നതേയില്ല. അറിയാത്ത ഒരവസ്ഥയിലേക്ക് ഇല്ല. അത് സ്വപ്നാവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സൂക്ഷ്മ അനുഭവമാണ്. പിന്നെ ആ സൂക്ഷ്മ അനുഭവത്തിലേക്ക് നമുക്കിതിലെ ഈ മാണ്ഡൂക്യ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്, മാണ്ഡൂക്യ മഹർഷി എന്ന് പറയുന്നത് മാണ്ഡൂക്യ പ്ലുതി ന്യായം എന്നൊരു ന്യായമുണ്ട്. ഈ തവള ചാടിയാണല്ലോ പോകുന്നത്, നടന്നല്ലോ പോകുന്നത്. തവള ഒരു ചാട്ടം, അതിങ്ങനെ കൈ വെച്ചിട്ട് പുറവശമൊന്നും കിളത്തി ഒരു ചാട്ടം. അതുപോലെ ഈ ജാഗ്രതയിൽ നിന്നൊരു ചാട്ടം പൂർണ്ണമായിട്ട് ഈ ജാഗ്രതയിൽ നിന്നും അനുഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ സ്വപ്നത്തിൽ, അതല്ലേ സ്വപ്നത്തിലും പറയാം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വപ്നത്തിലേക്ക് പോയി. ഈ ജാഗ്രതയിൽ നിന്ന് പൂർണ്ണമായിട്ട് വിടണം. അങ്ങനെയല്ലേ സ്വപ്നത്തിൽ പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് വിട്ടല്ലേ ഒന്നും ഇവിടുത്തെ നമുക്ക് അങ്ങോട്ട് വരുന്നില്ലല്ലോ. അപ്പം പൂർണ്ണമായിട്ട് വിടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിതുപോലെ ചാടിപ്പോകാനുള്ള കഴിയില്ല ഇവിടെ നിന്ന് ഒറ്റ ചാട്ടം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഏറ്റവും പ്രധാന ഒരു മാർഗം പറഞ്ഞിരിക്കുന്നത് ഉപാസന, ഒരു സഗുണോപാസന.
ഭാഗവത്തിൽ പറയുന്നത് സഗുണോപാസന കൂടാതെ ഞാൻ നിർഗുണ ഈശ്വരനെ മാത്രമേ പ്രാർത്ഥിക്കൂ, ഞാൻ വേദം മാത്രമേ പഠിക്കൂ, ഞാൻ പ്രകരണ ഗ്രന്ഥമൊന്നും പഠിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഈ ഉമിയിട്ട് കുത്തുന്ന പോലെ നെല്ലിട്ട് കുത്തല്ലേ അരി കിട്ടും, അല്ലാതെ പ്രയോജനമല്ല, വെറുതെ കുത്തും. എന്ന് വെച്ചാൽ നമുക്കവിടെ ചെല്ലാൻ പറ്റത്തില്ല, അത്രയ്ക്ക് സൂക്ഷ്മമാണല്ലോ ഈ വിഷയം. ഇപ്പം ഇതിനെ ഉപാസന എന്ന് പറഞ്ഞാൽ എന്താ? യഥാശാസ്ത്രം തുല്യപ്രത്യയ സന്തതി രസങ്കീർണ തുല്യ അസത്പ്രത്യയ തുല്യപ്രത്യയ സന്തതി അസങ്കീർണാച അതൽപ്രത്യയ യഥാശാസ്ത്രം. അത് വേണം, ശാസ്ത്രാലംബനാച. വെറുതെ നമ്മളങ്ങോട്ട് ഉപാസന ചെയ്തു. ഞാൻ ഇപ്പോൾ ചിലരില്ലേ ഈ ഭഗവാനെ വിളിക്കാനായിട്ട് സഹായം നമുക്കൊന്ന് ജയിച്ചാൽ പോലെ ജയിച്ചാൽ സർവത്വമാകുന്നില്ല. ജയിച്ചാൽ നമ്മളൊന്നും ശങ്കരാചാര്യ അതൊന്നും സമ്മതിച്ചില്ല. ശങ്കരാചാര്യ പറഞ്ഞു യഥാശാസ്ത്രം, ഒറ്റയ്ക്കൊരു ശാസ്ത്രമുണ്ട്, അതനുസരിച്ച് തന്നെ വേണം. പിന്നെ ശാസ്ത്രാലംബനാച. ഏതെങ്കിലും ഒന്നിനെ പോയി നമുക്ക് ഉപാസിച്ചാൽ ശരിയാകില്ല. ശാസ്ത്രം പറഞ്ഞിരിക്കണം ഇന്നത് ഉപാസിക്കണം. ആ ഉപാസനയനുസരിച്ച് തുല്യപ്രത്യയ സന്തതി നമ്മുടെ മനസ്സ് മറ്റ് അസങ്കീർണാച അതൽപ്രത്യയി. അതൽപ്രത്യയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ശിവനെയാണ് ധ്യാനിക്കുന്നതെങ്കിൽ ആ ശിവൻ തന്നെ ഇരിക്കണം. ശിവനല്ലാതെ പാർവതിക്ക് പോലും കടന്നു വരാൻ പറ്റത്തില്ല. ആ ശിവനെ തന്നെ ഇങ്ങനെ ചിന്തിക്കണം. തുല്യപ്രത്യയ സന്തതി, അങ്ങനെ തുല്യപ്രത്യയ സന്തതി, മറ്റൊന്നും കയറി വരാതെ, മറ്റൊരു വൃത്തിയും കയറി വരാതെ ഒരേ വൃത്തി കുറച്ച് നേരമെങ്കിലും തുടർന്ന് നിൽക്കുക എന്നാണ് ഉപാസനയുടെ ഫലം. ഉപാസന കൊണ്ട് സിദ്ധിക്കേണ്ടതാണ്. ഉപാസന കൊണ്ട് എന്താ പ്രയോജനം എന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ പേര് മറന്നു. ത്രിപുരാരഹസ്യത്തിൻ്റെ അകത്ത് പറയുന്നത് ഈ പരശുരാമൻ എല്ലാവരും ജയിച്ച് അങ്ങനെ സർവ്വരാമണരെയും രാജാക്കന്മാരെയും എല്ലാം കൊന്നങ്ങനെ നടന്ന ഒരാളാണ്. അപ്പം അയാളുടെ ഒരിക്കലും തോൽവി അനുഭവിച്ചിട്ട് അങ്ങനെ ഇരുന്നാണ് പോയി ശ്രീരാമനോട് തോറ്റു കഴിഞ്ഞപ്പം ഭയങ്കര നിരാശയായി പോയിട്ട്. അപ്പം അദ്ദേഹം ഇങ്ങനെ നിരാശനായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പം വഴിയിലൊരാൾ വളരെ സന്തോഷത്തോടെ ഒരു ദുഃഖമില്ല, ലോകത്തെ പറ്റി അറിയുന്ന പോയിട്ടില്ല, ഇങ്ങനെ നടന്നു പോകും. അപ്പോൾ ഇദ്ദേഹം ചെന്ന് ചോദിച്ചു. ഇങ്ങോട്ട് അടുക്കാൻ ചെന്നപ്പോഴത്തേന് കല്ല് വലിച്ചെറിയോ ഓടുകയോ ഒക്കെ ചെയ്തു. ഇതൊക്കെ സഹിച്ചിട്ട് ഇയാൾ പരശുരാമൻ എന്ന് പറയുന്ന ക്ഷത്രിയനല്ലേ. അപ്പോൾ എല്ലായിട്ടും അദ്ദേഹം ഇദ്ദേഹത്തിനെ ചെന്ന് കണ്ടു കുറേ കാര്യങ്ങൾ പറഞ്ഞു. എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ശരിയായിട്ടൊരു ഉത്തരം കിട്ടണമെങ്കിൽ നീ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പോയി കണ്ടു. ദത്താത്രേയനാണ്. അവിടെ ചെന്ന് അദ്ദേഹം പോയി. അവിടെ പരശുരാമൻ അവിടെ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങോട്ടൊന്നും ആദ്യമൊന്നും കയറ്റത്തൊന്നുമില്ല. അങ്ങോട്ട് ചെല്ലുമ്പോഴേ അദ്ദേഹം കാണുന്നതന്നെ കുറേ മദ്യക്കുപ്പികളും കുറേ പെണ്ണുങ്ങളും എല്ലാം വട്ടം കൂടി ഇങ്ങനെ രസിക്കുന്ന പോലെയാണ് പോകുന്നത്. പക്ഷേ എന്തായാലും കണ്ടേ പോകുമെന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ ഇതെല്ലാം അങ്ങ് അപ്രത്യക്ഷമായി. എന്നിട്ട് ഇവർ ഈ സംസാരിച്ചോട് പറഞ്ഞു, നീ പോയി ബാലാമന്ത്രം ഉപാസിക്കാൻ പറഞ്ഞു. അതിന് മഹേന്ദ്ര പറയും. അവിടെ പോയിരുന്ന് ഏകാന്തത്തിൽ ഇങ്ങനെ ബാലാമന്ത്രം ജപിക്കാൻ പറയും. 12 വർഷം ജപിക്കും. ഇത്രയും കൊന്നതൊക്കെ അല്ലേ, മനസ്സടങ്ങനെ കുറച്ച് താമസം വരും. കുറേ അങ്ങനെ ബാലാമന്ത്രം ജപിച്ച് കുറേ ആയപ്പോൾ ഇദ്ദേഹത്തിന് ആകെ സംശയം, ആദ്യമുള്ളതിലും സംശയം. തിരിച്ച് ഗുരുവിൻ്റെ അടുത്ത് ഇങ്ങനെയാണിപ്പോൾ, ഇതാണോ ബാലയുടെ രൂപം, ഈശ്വരൻ്റെ സ്വരൂപം ഇങ്ങനെ ഒരെണ്ണമാണ്, ഈശ്വരൻ ഒരിടത്താണോ ഇരിക്കുന്നത്, എവിടാണ് ഇരിക്കുന്നത്, എന്താണ്, ഇങ്ങനെ വലിയ സംശയം. അപ്പം അദ്ദേഹം പറയും, ഇതാണ് ഉപാസനയുടെ ഫലം. ഏത് ദേവതയെ നമ്മൾ ഉപാസിച്ച് ആ ഉപാസ്യ ദേവതയുടെ സ്വരൂപം എന്താണ് എന്നറിയാനുള്ള ജിജ്ഞാസ ഉണ്ടാവുക എന്നുള്ളതാണ് ഉപാസനയുടെ ഫലം. എന്നിട്ട് അദ്ദേഹം ഈ കുറേ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതാണ് വിവരാരഹസ്യം. നല്ല കാര്യമാണ്. അപ്പം നമ്മൾ ഈ ഉപാസനയുടെ കാര്യമാക്കാം. അപ്പോൾ ഈ ബാഹ്യപ്രപഞ്ചത്തിൽ നിന്നൊന്ന് പരിമിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനം ഉപാസനയാണ്. ഒരു സഗുണോപാസന കൊണ്ട് നമ്മുടെ മനസ്സ് 100 ഇതുള്ള രൂപമുള്ള സംഗതികളിലോട്ടാണ് കൂടുതൽ നമ്മുടെ മനസ്സ് പോകുന്നത്. അപ്പം ആ മനസ്സിനെ ഈ പല രൂപത്തിൽ നിന്ന് ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈശ്വരനാണെന്ന് സങ്കല്പം. ഈശ്വരൻ്റെ ഒരു രൂപമായിട്ടല്ലേ നമ്മൾ ധ്യാനിക്കും. അപ്പം ആ ധ്യാനം കൊണ്ട്
ആ ഈശ്വരൻ്റെ സ്വരൂപം അറിയാനുള്ള ആഗ്രഹം ഈ ഉപാസകനുണ്ടാകും. അതാണ് രണ്ടാമത്തെ പടി. ഒരു പടി ചാടി. ഇനി അടുത്ത പടി. ഈ ജാഗ്രത പ്രപഞ്ചത്തെ പൂർണ്ണമായിട്ട് മറക്കാനുള്ള ഒരു കഴിവ് സാധിക്കും. ഈ ഉപാസ്യദേവത എന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരത്തിലുള്ളതാണ്. നമ്മളെ മനസ്സിൻ്റെ ഒരു സങ്കല്പമാണല്ലോ, അത് സൂക്ഷ്മമാണ്. അപ്പോൾ അവിടേക്കാണ്. അവിടെ ചെന്നിട്ട് എന്താണ് സ്വപ്നസ്ഥാനം അന്തഃപ്രജ്ഞ സപ്താംഗ ഏകോനവിംശതിമുഖ പ്രതിവിക്തഭുക് തൈജസോ ദ്വിതീയപാദ. തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സ്വപ്നസ്ഥാന അന്തഃപ്രജ്ഞ സപ്താംഗ ഏകോനവിംശതിമുഖ പ്രതിവിക്തഭുക് തൈജസ ദ്വിതീയ പാദ. സ്വപ്നസ്ഥാന ഈ ജാഗ്രത സ്ഥാനത്തിൽ വിശ്വനായിട്ടിരുന്ന ആൾ ആ അഭിമാനമെല്ലാം ഉപേക്ഷിച്ചിട്ട് സൂക്ഷ്മ ശരീരത്തിൽ തൈജസൻ എന്നുള്ള ഒരു അഭിമാനത്തിലേക്ക് ഞാൻ തൈജസനാണ്. തൈജസൻ എന്ന് പറഞ്ഞാൽ നല്ല തേജസ്സുള്ളവനാണ്. ഈ സർവസ്വവും ഈ വിജ്ഞാനമയൻ്റെ സങ്കല്പവും എല്ലാമാണെന്നാണ്. ഇങ്ങേറ്റം നമ്മളിവിടെ നിന്ന് മരിച്ചു പോകുമ്പം ഒരു ജീവൻ ഈ ശരീരം വിട്ട് വേറൊരു ശരീരം പോകുമ്പം ഈ നമ്മുടെ എല്ലാ കരണങ്ങളും ഹൃദയത്തിൽ വരുമെന്നാണ് പ്രാണരൂപം. അപ്പോൾ ആ ഹൃദയത്തിൽ വരുമ്പോൾ ആ അടുത്ത ശരീരത്തെ നിശ്ചയിക്കുന്നത് ഇയാളാണ്. ഈ നമ്മൾ പറഞ്ഞ വിജ്ഞാനമയ ജീവനാണ്. എന്താ ഈ ശരീരത്തിൽ നമ്മുടെ ഈ ഓരോ കരണവും ഇരിക്കുന്ന സ്ഥലമുണ്ട്. ആ കരണത്തിന് ആ ഇരിക്കുന്നിടത്ത് നിന്ന് വളരെ സൂക്ഷ്മമായൊരു ഭാഗം കൂടെ എടുത്ത് ഇത് പുറപ്പെട്ടു പോകുമെന്നാണ്. അപ്പം അദ്ദേഹമാണ് ഇന്ന ജീവിതത്തിൽ ഇന്ന ശരീരത്തിൽ ഇരുന്നോളാം തീരുമാനിക്കുന്നത്. പിന്നെ എല്ലാം കർമ്മത്തിനാണ് ഏറ്റവും പ്രാധാന്യം. ഇത് എല്ലാം കർമ്മം അനുസരിച്ചാണ്. അവിടെ സ്വപ്നസ്ഥാനത്തിലിരിക്കുകയാണ് അന്തഃപ്രജ്ഞനായി. അതായത് അന്തഃപ്രജ്ഞ നമുക്ക് വെളിയിലൊന്നും ഒരു പ്രജ്ഞയില്ല, എന്നാൽ പ്രജ്ഞയുണ്ട്, വിഷയങ്ങൾ അറിയുന്നുണ്ട്. അവിടെയും ഉണ്ട് സപ്താംഗ. ഒരു ശരീരത്തിലിരുന്നാണല്ലോ, സ്വപ്നത്തിലൊരു ശരീരമുണ്ടല്ലോ, സ്വപ്ന ശരീരം. ഏകാനവിംശതിമുഖം മുമ്പ് പറഞ്ഞ 19 കരണങ്ങളുണ്ട്. അപ്പോൾ കാര്യത്തോടും കരണങ്ങളോടും കൂടിയിരുന്ന് പ്രവിവിക്തഭുക് വളരെ അതിസൂക്ഷ്മമായ ഭോഗം അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് രണ്ടാമത്തെ പാദം. നമ്മൾ ഈ മുഴുവൻ നമ്മുടെ മനസ്സിനെയും അല്ലെങ്കിൽ ആ ബോധം സ്ഥൂല വിഷയങ്ങളിലുള്ള ബോധമെല്ലാം മറഞ്ഞ് സൂക്ഷ്മ സ്ഥലത്തേക്ക് ആ എല്ലാം മനസ്സാണല്ലോ ഇരിക്കുന്നത്. സ്ഥൂലമായിട്ടുള്ളത് നമ്മൾ അറിയണമെങ്കിൽ മനസ്സിൽ വരുന്നു. അത് നമ്മൾ അറിയുന്നില്ല. അങ്ങനെ അറിയണം. കാരണം ഇപ്പം ഇതിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഞാൻ കണ്ട എൻ്റെ മനസ്സിൽ വരണം അത്. അപ്പോൾ ഈ സ്ഥൂലപ്രപഞ്ചം പോലും മനസ്സിലാണ് ഇരിക്കുന്നത്. സ്ഥൂലപ്രപഞ്ചത്തിൽ മനസ്സിനിരിക്കാൻ സാധിക്കത്തില്ല. കാരണം മനസ്സാണ് സൂക്ഷ്മം. അപ്പം മനസ്സിലാണ് സ്ഥൂല പ്രപഞ്ചവും ഇരിക്കുന്നത്. സ്വപ്നസ്ഥാനം അന്തഃപ്രജ്ഞ സപ്താംഗ ഏകോനവിംശതിമുഖ പ്രവിവിക്തഭുക് തൈജസ ദ്വിതീയപാദ. അപ്പോൾ തൈജസനാണ്. അപ്പോൾ എന്താണ് നമ്മൾ സ്വപ്നം കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ബൃഹദാരണ്യത്തിൽ പഠിച്ചത് എന്താ രഥവുമില്ല, രഥയോഗവുമില്ല, വഴിയുമില്ല. പക്ഷേ ഈ വിജ്ഞാനമയനായ ആത്മാവ് ഒരു രഥമുണ്ടാക്കി. ഒരാൾ രഥത്തെ പോകുന്നു എന്ന് സ്വപ്നം കാണുക എന്ന് വിചാരിച്ചു. അപ്പം ആ വിജ്ഞാനമയനായ ആത്മാവാണ് ഇരുന്നൊരു രഥമുണ്ടാക്കി, ഒരു രഥയോഗം, കുതിര, അതിനെ കെട്ടാനുള്ള കുതിരയുണ്ടാക്കി, ഒരു വഴിയുണ്ടാക്കി, അതിൻ്റെ അത് കയറിയിരുന്ന് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വപ്നലോകം എന്ന് പറയുന്നത് ഈ വിജ്ഞാനമയൻ്റെ തൈജസ്സിൻ്റെ സൃഷ്ടിയാണ്. അപ്പം ഇങ്ങനെ ഈ സ്വപ്നത്തിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെയാണ് കാണുന്നത് അത് നമ്മൾ കഴിഞ്ഞു പോകുന്നു. പ്രശ്നോപനിഷത്തിൽ പഠിച്ചു. ദൃഷ്ടം ച അദൃഷ്ടം ച ശ്രുതം ച അശ്രുതം ച അനുഭൂതം ച അനനുഭൂതം ച സർവം പശ്യതി സർവപശ്യതി. എല്ലാവരും ഇതൊക്കെ കാണുന്നുണ്ട്, സർവവും കാണുന്നുണ്ട്. അതായത്
ദൃഷ്ടം ച അദൃഷ്ടം ച. കണ്ടത് നമ്മളിവിടെ കണ്ടതും സ്വപ്നത്തിൽ കാണുന്നു, കാണാത്തതും കാണുന്നു, കേട്ടത് കാണുന്നു, കേൾക്കാത്തത് കാണുന്നു, അനുഭവിച്ചത് കാണുന്നു, അനുഭവിക്കാത്തതും കാണുന്നു. ഇങ്ങനെ അനേക വസ്തുക്കൾ. എന്തുകൊണ്ട് സ്വപ്നം കാണുന്നു എന്ന് ഒരു ഇവിടെ ഭാഷ്യത്തിൽ വരും. അപ്പം ഈ എന്ത് നമ്മളിവിടെ അറിയുന്നു, ജാഗ്രതത്തിൽ അറിയുന്നു, അതിൻ്റെ ഒരു സംസ്കാരം, അതിൻ്റെ ഒരു മുദ്ര, ഈ നമ്മൾ പറയല്ലേ കോലരിക്കൊണ്ടൊരു മുദ്ര വയ്ക്കുന്നു, അതവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഇല്ലേ. ഈ തെങ്ങിൻ്റെ ഉദാഹരണം, തെങ്ങിന്നൊരു ഓലമടൽ വീണ അതിൻ്റെ അടി മുതലുള്ള ഓലമടലിൻ്റെ പാടവിടെ കാണും, അതിലെ മുദ്ര അവിടെ വന്നിരിക്കും. അതാണ് സ്വപ്നമായിട്ട് വരുന്നത്. ഇപ്പം എന്ത് നമ്മൾ സ്വപ്നം ഇത് കണ്ടോ, ഈ ബ്രെയിൻ മാപ്പിംഗ് ഒക്കെ പോലെ എന്ത് നമ്മൾ ജാഗ്രതത്തിൽ അനുഭവിച്ചു അതുപോലെ സ്വപ്നത്തിൽ അനുഭവിക്കും. നമ്മൾ ഈ ജന്മത്തിൽ കാണാത്തതും അനുഭവിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ ജന്മത്തിൽ, ഇതിനു മുമ്പ് ഒരു ജന്മമല്ലോ, അനേക ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ജന്മത്തിൽ ഏതെങ്കിലും ഒരു ജന്മത്തിൽ കണ്ടതായിരിക്കും. കാരണം അശ്രുതം, അദൃഷ്ടം, അനനുഭൂതം എന്നൊക്കെ പറയുമ്പോൾ അത് ഇല്ലായ്മയില്ലേ, അഭാവമല്ലേ. ഒരു അഭാവത്തിൽ നിന്നൊരിക്കലും ഭാവം ഉണ്ടാകത്തില്ല. ഭാവം എന്ന് പറയുന്നത് നമ്മൾ കാണുക എന്നുള്ളത് അഭാവത്തിൽ നിന്നുണ്ടാകത്തില്ല. അതുകൊണ്ട് എന്നെങ്കിലും ഒരിക്കൽ ചെന്നിട്ടുണ്ടായിരിക്കും. നമുക്കത് പറയാൻ പറ്റത്തില്ല. എത്രയോ ജന്മം കഴിഞ്ഞ് ഏത് ജന്മത്തിൽ എന്തനുഭവിച്ചു എന്ന് ആർക്കറിയാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ അനേക ഭോഗങ്ങൾ ഈ ജന്മത്തിൽ നമ്മൾ സ്വപ്നം കാണുമ്പം ഈ ജാഗ്രതത്തിലെ സംസ്കാരമാണെന്ന് പറഞ്ഞു. അപ്പം ജാഗ്രത എങ്ങനെ ഉണ്ടായത്? അതിനൊരു കാരണം വേണമല്ലോ. അത് കഴിഞ്ഞ ജന്മത്തിലെ സംസ്കാരമാണ്. കഴിഞ്ഞ ജന്മത്തിലെ സംസ്കാരം അനുസരിച്ച് ഈ ജന്മം ഉണ്ടാകുന്നു. ഈ നമ്മൾ ഈ ബൃഹദാരണ്യത്തിൽ യാജ്ഞവൽക്കൻ പറഞ്ഞിരിക്കുന്നത് 2 ലോകമേ ഉള്ള ആകെ. ഒന്ന് ഈ ലോകവും ഒന്ന് പരലോകവും. അപ്പോൾ ഈ സ്വപ്നം എന്ന് പറയുന്നത് സന്ധിസ്ഥാനമാണ്, അതിര്. ഇപ്പോൾ അതിരെന്ന് പറയുന്നത് നമ്മൾ ബാഹ്യം ആഭ്യന്തരം എന്നൊക്കെ പറയുന്നത് എന്തിനെ വെച്ചാണ്? നമ്മുടെ തൊലി വരെയുള്ളത് ആന്തരം, തൊലിക്കപ്പുറമുള്ളത് ബാഹ്യം. ഈ തൊലി എന്ന് പറയുന്നത് അതിർത്തി. നമ്മളൊരു അതിർത്തി ഇടുകയാണെങ്കിൽ അതിർത്തിയുടെ ആ കല്ലിൻ്റെ അങ്ങേയറ്റം മുതൽ നമ്മുടെയാണല്ലോ. ആ അങ്ങേയറ്റം മുതലല്ലേ മറ്റേ എൻ്റെ വരും എന്ന് പറഞ്ഞാൽ തൊലി ഉൾപ്പെടെ ഇങ്ങോട്ട് അന്തരം, മറ്റേതങ്ങോട്ട് ബാഹ്യം. ഇപ്പം രണ്ട് ലോകം, ഈ ലോകവും പരലോകവും. സന്ധിസ്ഥാനം സ്വപ്നം. സ്വപ്നത്തിലിരുന്ന് നമ്മൾ ഈ ജന്മത്തെയും കാണുന്നു, അടുത്ത ജന്മത്തെയും. അതായത് ഈ ജന്മത്തിലിപ്പോൾ അനുഭവിക്കുന്നുണ്ടല്ലോ. അടുത്ത ജന്മത്തിൽ എന്തായിരിക്കും നമുക്ക് വരേണ്ടതെന്ന് ആ സംസ്കാരം, ഈ മരിക്കുന്ന ആളുകൾക്കൊക്കെ ആ മരണ സമയത്ത് അടുത്ത ജന്മത്തിലേക്ക് പോകാനുള്ള സംസ്കാരം വ്യക്തമാകുമെന്നാണ്. അങ്ങനെ സ്വപ്നം കാണുകയാണ്. സ്വപ്നം അകത്ത് അന്തപ്രജ്ഞനായിട്ട്, അതായത് പ്രജ്ഞ വെളിയിലേക്ക് പോകാതെ മനസ്സിൽ തന്നെ ഇരുന്നിട്ട് സപ്താംഗനായിട്ട് ഒരു ശരീരത്തോടുകൂടി ഏകോനവിംശ 19 കരണങ്ങളോടുകൂടി പ്രവിവിക്ത ഭുക്, ഏറ്റവും സൂക്ഷ്മമായ, മറ്റേത് സ്ഥൂല ഭോഗമാണ്. സ്ഥൂലഭോഗത്തിൽ നിന്നും വ്യത്യാസപ്പെട്ടതാണ് സൂക്ഷ്മഭോഗം. സൂക്ഷ്മഭോഗത്തിന് നമുക്ക് മനസ്സ് മതി, ഒന്നും വേണ്ട. ഇപ്പം നമുക്കൊരു സദ്യ ഉണ്ടെങ്കിൽ സദ്യയൊന്നും വേണ്ട, നമുക്ക് വീട്ടിൽ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ചില കഥകൾ നമുക്ക് ഓർക്കും പറയാതിരിക്കാം. സ്വാമി പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അതിൽ എന്നും ഒരു അമ്പലനടയിൽ പോയിരുന്നു ഭജന ചെയ്യും, ഒരുപാട് മന്ത്രം ജപിക്കുകയും. ബ്രാഹ്മണരുടെ ഒരു നിത്യ ചെയ്യേണ്ടതുണ്ടല്ലോ, അവരെ ആചരിക്കേണ്ടത്. അതൊക്കെ ഇങ്ങനെ വന്നിരുന്ന് കിട്ടി ഒരുപാട് മഹാത്മ്യം ഇങ്ങനെ എല്ലാം ഇങ്ങനെ പ്രൊഫഷണലിയൊക്കെ ചെയ്യുന്ന ഒരാൾ. വേറൊരാളുണ്ട്, അയാൾ ഒന്ന് ഇങ്ങനെ നോക്കി, ഇയാളായിട്ട് നോക്കി കുറച്ച് നേരം അവിടെ നിന്നിട്ട് അയാളങ്ങ്. ഒരു ദിവസം 2 പേരും ഇരിപ്പുണ്ട് അവിടെ, നോക്കി ഇരിപ്പുകാരനുമുണ്ട്, ചെയ്യുന്ന ആളുമുണ്ട്. അപ്പോൾ ഇയാളിങ്ങനെ മാനസിക പൂജ ചെയ്യാൻ പോകും. മാനസിക പൂജ ചെയ്ത് ഇത് വെക്കണമല്ലോ, പ്രസാദം വെക്കാനൊരു പഴം എടുത്തരിയാൻ പോകും. മനസ്സിലാണേ, പഴം എടുത്തരിഞ്ഞുകൊണ്ടിരുന്നപ്പം ഒരു കഷ്ണം താഴെ. അപ്പോൾ ഇയാൾക്കൊരു സംശയം, ഇതെടുത്ത് അകത്തിടണം, ഇതിൻ്റെ കൂടെ ഇടണം, അത് പോയി കളയണം എന്ന് സംശയം. അപ്പോൾ ഈ അപ്പുറം ഇരുന്ന ആൾ പറഞ്ഞു, ഒന്നും സംശയിക്കണ്ട, എടുത്ത് അകത്തിട്ടു, പാത്രത്തിലോട്ടിട്ടു.
19 നമ്മൾ പറഞ്ഞില്ലേ, ഉറങ്ങുന്നത് പറഞ്ഞില്ലല്ലോ, അടുത്ത് വരുന്നുണ്ട്. സ്വപ്നം കാണുമ്പോൾ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നില്ലേ? എല്ലാം കാണുകയും ഉണ്ടാകുന്നുണ്ടല്ലോ. നമ്മൾ ഒരു മുല്ലയുടെ അടുത്ത് പോയാൽ മുല്ലയുടെ മണം തോന്നുന്നില്ലേ? സ്വപ്നം ജാഗ്രത കാണുന്ന പോലെ തന്നെയാണ് സ്വപ്നം കാണുന്നത്, ഒരു വ്യത്യാസവും. പക്ഷേ ആ സമയം നമ്മളത് സ്വപ്നമാണെന്ന് അറിയുന്നില്ല. അതുതന്നെയാണ് ഇതുകൊണ്ട് അറിയേണ്ടത്. ഒരു വസ്തുവുമില്ലാതെ ഈ അനുഭവം നമുക്കുണ്ടാകും. നമ്മൾ ജാഗ്രതയിൽ ഇതുണ്ടെങ്കിലേ ഈ അനുഭവം ഉള്ളൂ എന്ന് വിചാരിക്കുന്നത് അത് തെറ്റാണ്. ഇതൊന്നുമില്ലാതെ തന്നെ ഈ അനുഭവം എല്ലാം നമുക്കുണ്ടാകും. അതാണ് ചില ഭയമൊക്കെ ഉണ്ടായാലും ജാഗ്രത വന്നാലും കുറച്ച് സമയം കൂടെ ശരീരത്തിന് ആ ഒരു ഭയത്തിന്റെ തീവ്രത കുറച്ച് സമയം കഴിയുമ്പോഴാണ് അത് സ്വപ്നമായിരുന്നു എന്നുള്ളൊരു സ്വപ്നത്തെ ജാഗ്രതയിലെ അനുഭവങ്ങൾ സ്മരണ എന്നുള്ളതല്ല. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ജാഗ്രതയിൽ അങ്ങനെ ഓർമ്മ വരാണ്. ഇപ്പം നിയമം പറയാൻ പറ്റത്തില്ലല്ലോ. സ്വാമിജിയുടെ പ്രപഞ്ചം തന്നെ മായ, ഇതിൻ്റെ ഏതമായ അല്ലാത്തതെന്ന് ഇങ്ങനെ പറയും. ഉണ്ടാകാം. അവർ അതിനൊക്കെയുള്ള ജന്മങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അന്നവരായിരിക്കുമല്ലോ. അവർക്കും സ്വപ്നത്തിൽ അത് കാരണം കഴിഞ്ഞ ജന്മങ്ങളിലെ സംസ്കാരമാണല്ലോ സ്വപ്നമായിട്ട് കാണുന്നത്. അതാണ് പ്രഭിവിക്തഫുക് തൈജസനാണ് പുതിയ തൈജസൻ. ഇവിടെ നമ്മൾ അവിടെ ഇവിടുന്ന് ലൈറ്റ് ഇത്ര വലിയ ലൈറ്റ് വെളിച്ചമുള്ളത് കത്തിച്ചിരുന്നാലും സൂര്യനുണ്ടെങ്കിലും ഇതെല്ലാം ഇട്ടിട്ട് വേറൊരു ലോകത്താണല്ലോ നമ്മളിരിക്കുന്നത്. അവിടെയും നമ്മൾ കാണുന്നുണ്ട്. ഇതെവിടെ നിന്ന് വരുന്നതാണ്? ആ തൈജസിൻ്റെ പ്രഭാവമാണ്. മഹിമാനം അനുഭവം, തൻ്റെ മഹിമാനം അനുഭവം. സ്വപ്ന സ്ഥാനം അസ്യ തൈജസസ്യ സ്വപ്നസ്ഥാനം. ഈ തൈജസൻ്റെ സ്ഥാനമാണ് സ്വപ്നസ്ഥാനം. നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്നർത്ഥം. ജാഗ്രത് പ്രജ്ഞ അനേക സാധന ബഹിർവിഷയേവാവഭാസമാന മനസ്പന്ദനമാത്ര സതി യഥാഭൂതം സംസ്കാരം മനസ്സി ആധത്തെ. ശരിക്കും ജാഗ്രത് പ്രജ്ഞ അനേക സാധന ജാഗ്രത പ്രജ്ഞയിൽ ഒരുപാട് സാധനങ്ങൾ, ഇവിടെ ഉപകരണങ്ങൾ, കരണങ്ങൾ. ഈ കരണങ്ങളെല്ലാം ഉണ്ടല്ലോ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം ഉണ്ട്. ഈ കരണങ്ങളോടുകൂടി ഇരിക്കുന്ന ഈ ബോധം ബഹിർവിഷയേവ അവഭാസമാന. ബഹിർവിഷയത്തിൽ ഇരിക്കുന്നു എന്ന് തോന്നുന്നില്ല, അവഭാസമാന. അതങ്ങനെ നമ്മൾ ബഹിർവിഷയത്തിലിരിക്കുന്നു എന്ന് തോന്നുകയാണ് മനസ്സിൽ. മനസ്പന്ദന മാത്ര. അതെന്തുകൊണ്ടാണ് ആ തോന്നലുണ്ടാകുന്നത്? മനസ്സൊന്ന് സ്പന്ദിച്ചു, നമ്മുടെ മനസ്സൊന്ന് ഇളകി. അപ്പം ഏതെങ്കിലും വിഷയത്തിൽ ഒരു ആശ്രയമുണ്ട് ജാഗ്രത. അതുകൊണ്ട് മനസ്സ്, നമ്മളിപ്പോൾ ഒരാൾ അവിടെ ഇരിക്കുന്നു, ഇപ്പോൾ മുരളി അവിടെ ഇരിക്കുന്നു എന്ന് വിചാരിച്ച് ഞാൻ മുരളിയെ കാണുമെന്ന് ബന്ധമില്ല. ഇപ്പം എൻ്റെ മനസ്സങ്ങോട്ട് പോയി ഒരു സ്പന്ദനം ഉണ്ടാകണം. അവിടെ മുരളി ആകാരമായിട്ടൊരു സ്പന്ദനം ഉണ്ട്, ഒരിളക്കം ഉണ്ടാകണം. ഇല്ലെങ്കിൽ അതുണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ സ്പന്ദനം മാത്രാ സതി. എൻ്റെ മനസ്സിൻ്റെ സ്പന്ദനം മാത്രമാണ് ആ വിഷയം, അല്ലാതെ ഒന്നുമില്ല. ആ വിഷയം അവിടെ ഉണ്ടോ ഇല്ലയോ അത് ഞാനറിയുന്നില്ല. ഞാൻ ആ എൻ്റെ മനസ്സിലുണ്ടായ സ്പന്ദനം മാത്രം. സ്പന്ദനം മാത്രാ സതി യഥാഭൂതം സംസ്കാരം മനസ്സിൽ ആധത്തെ. നമ്മളൊരു വിഷയം അറിയുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഒരുപാട് സ്ഥൂല വിഷയങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്ഥൂല വിഷയം എങ്ങനെ അറിയുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സവിടെ ചെന്നിട്ട് ഒരു ആ വിഷയാകാരമായിട്ടൊരു ഇളക്കം ഉണ്ടാകും. ഇളക്കം ഉണ്ടാകുമ്പോൾ ആ ഒരു വിഷയത്തിൻ്റെ ഒരു സംസ്കാരം നമ്മുടെ മനസ്സിലുണ്ടാകും. സ്പന്ദനമാത്ര സതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്പന്ദനം മാത്രമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു സംസ്കാരം അവിടെ ഉണ്ടാകുന്നു. യഥാഭൂതം സംസ്കാരം മനസ്സി ആദത്തെ. തന്മനസ് തഥാ സംസ്കൃതം ചിത്രിതൈവ പടോ ബാഹ്യസാധന അനപേക്ഷം അവിദ്യ കാമ കർമ്മഭിः പ്രേര്യമാണം ജാഗ്രദ്വത് അവഭാസതേ. എങ്ങനെ സ്വപ്നം കാണുന്നല്ലേ? അപ്പം തന്മനഃ ഈ
ഒരു സംസ്കാരം ഉണ്ടായല്ലോ നമ്മുടെ മനസ്സിൽ. ഇതൊക്കെ നമുക്ക് എങ്ങനെ എത്രയോ സൂക്ഷ്മമായ സംഗതികളാണ് അല്ലേ. നമ്മളെങ്ങനെ ഒരു അതിനെപ്പറ്റി എങ്ങനെ ഒന്ന് ചിന്തിക്കും. അതിനൊരു ഉദാഹരണം പറഞ്ഞു, ഇത് മനഃ തഥാ സംസ്കൃതം, അത് സംസ്കരിക്കപ്പെട്ട ആ മനസ്സ് ഈ വിഷയത്തിൻ്റെ സംസ്കാരം അവിടെ ഉണ്ടായി. എങ്ങനെ അത് ചിത്രദൈവ പടഹ ബാഹ്യ ഒരു പടം, ഈ വസ്ത്രത്തിൽ ഒത്തിരി ചിത്രങ്ങൾ നമ്മൾ പലതും കാണുന്നുണ്ടല്ലോ ഇവിടെ, ഈ പ്രിൻ്റൊക്കെ. അതിന് ആ പ്രിൻ്റ് അവിടോട്ട് വെച്ചിട്ട് വസ്ത്രം എടുത്താൽ മതി, പ്രിൻ്റ് കൊണ്ട് പോകണ്ട, അതിൽ ആ പടം ഉണ്ടായിരിക്കും. അങ്ങനെ ചിത്രദൈവ അങ്ങനെ ഒരു ചിത്രം ഉണ്ടായി. വസ്ത്രത്തിൽ ചിത്രം ഉണ്ടാകുന്നത് പോലെ ബാഹ്യ സാധന അനപേക്ഷം ബാഹ്യ സാധന അനപേക്ഷം, ബാഹ്യ സാധനയൊന്നും വേണ്ട, കാരണം അവിടെ ഈ ചിത്രം അതങ്ങനെ ഇരുന്നോളൂ. ആ വസ്ത്രം പോകുന്ന വരെ ചിത്രം അവിടെ ഇരുന്നോളൂ. അതുപോലെ ഈ മനസ്സിലെന്നും ആ ഒരു സംസ്കാരം കിടക്കും. അതിന് പ്രത്യേക സാധനമൊന്നും വെളിയിൽ നിന്ന് വേണ്ട, ബാഹ്യ സാധനമൊന്നും ഇല്ലാതെ തന്നെ ഈ വസ്ത്രം ഇങ്ങനെ ആ പടത്തോടുകൂടി ഇരിക്കുന്നത് പോലെ, ആ ചിത്രത്തോടുകൂടി ഇരിക്കുന്നത് പോലെ നമ്മുടെ മനസ്സ് ആ സംസ്കാരത്തോടുകൂടി. നമ്മളെ മനസ്സ് എന്ത് ഒരു ചലനം ഉണ്ടായോ ആ ചലനത്തിൻ്റെ സംസ്കാരം മനസ്സിലുണ്ടായിട്ട് ആ മനസ്സ് ആ സംസ്കാരത്തോടുകൂടി തന്നെയായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയുള്ള മനസ്സിൽ അവിദ്യാ കാമകർമ്മഭിഹി പ്രേര്യമാണ്. ഈ അനേക സംസ്കാരമുള്ള മനസ്സിനെ അവിദ്യാകാമ കർമ്മം, നമ്മളെ ജീവൻ എന്ന് പറയുന്നത് എന്താണ്? അവിദ്യോപഹിത അവിദ്യാവിശിഷ്ട ചൈതന്യം, അവിദ്യയാണ് ഉപാധി ജീവൻ്റെ. അപ്പം ആ അവിദ്യ കൊണ്ടും, അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താ? ശരിയായ ബോധമില്ല എന്നർത്ഥം. ഒന്നിനെയും നമ്മൾ ശരിക്കറിയുന്നില്ല. നമ്മളിപ്പോൾ ഒരു ഇതിനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ കൺമുമ്പിൽ ഇരിക്കാനല്ലേ നമ്മൾ നല്ലപോലെ കണ്ടുകൊണ്ടിരിക്കുക. ഇത് മുഴുവൻ നമ്മൾ കാണുന്നുണ്ട്, ഇതിൻ്റെ അങ്ങേ വശം കാണുന്നില്ല, അതും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല, ഇല്ലേ? അതിൻ്റെ ഒരു അത്രയും കണ്ടിട്ട് നമ്മളിത് കണ്ടു എന്നങ്ങ് അഭിമാനിക്കുകയാണ്. അതുപോലെയാണ് ഒന്നും നമ്മൾ പൂർണ്ണമായിട്ട് അറിയുന്നില്ല, പൂർണ്ണമായിട്ട് അതിൻ്റെ തത്വം അറിയുന്നില്ല. അറിയാതെ തന്നെ നമ്മളിതെല്ലാം അറിഞ്ഞു എന്നങ്ങോട്ട് വിചാരിക്കുക. അതാണ് അവിദ്യ എന്ന് പറയുന്നത്. ശരിയായ തത്വം അറിയുന്നില്ല എന്നുള്ളത്. അവിദ്യ കൊണ്ട് എന്ത് സംഭവിക്കുന്നു? കാമം ഉണ്ടാകുന്നു. നമുക്ക് പല വിഷയങ്ങളെയും കാണുമ്പോൾ ഇതെനിക്ക് വേണം, അല്ലെങ്കിൽ ഇതെനിക്ക് സുഖം ഉണ്ടാക്കുന്നതാണ്, അത് ഇന്ന പോലെ പ്രവർത്തിക്കണം, അതിനുള്ള കാമം ഉണ്ടാകുന്നു. കാമം ഉണ്ടായാൽ പ്രവർത്തിക്കും. ഈ മൂന്നെണ്ണമാണ് പ്രവർത്തനത്തിന്. നമ്മൾ ജാഗ്രതയിലാണെങ്കിലും ഇങ്ങനെ പ്രവർത്തിക്കുന്നതിൻ്റെ കാരണങ്ങൾ. ഒന്ന് അവിദ്യ, പ്രധാന കാരണം അവിദ്യ. അവിദ്യ കൊണ്ട് കാമം, കാമം കൊണ്ട് കർമ്മം. അപ്പം ഇതുകൊണ്ട് പ്രേര്യമാണ് ജാഗ്രതോദ അവഭാസത. നമ്മുടെ മനസ്സിലിരിക്കുന്ന സംസ്കാരം അവിദ്യ, കാമം, കർമ്മം മുതലായതുകൊണ്ട് പ്രേരിപ്പിക്കപ്പെട്ട് ജാഗ്രത പോലെ അവഭാസത എന്നാണത്. അങ്ങനെ തോന്നുന്നു. ജാഗ്രത പോലെ ശരിക്കും സ്വപ്നം തോന്നുകയാണ്, നമുക്കും തോന്നാറുണ്ട്. കാരണം ജാഗ്രത കാണുന്നില്ല. ഇപ്പം ഒരു വേദാന്തിയെ സംബന്ധിച്ച് ജാഗ്രതയും സ്വപ്നവും കൂടെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, സ്വപ്നം അപ്പം കുറച്ച് സമയം കൊണ്ട് നശിക്കുന്നു, ജാഗ്രത ഇങ്ങനെ നിൽക്കുമെന്നാണ് നമ്മുടെ വിചാരം. ഇതൊരിക്കലും നശിക്കത്തില്ല, പ്രപഞ്ചം ഇങ്ങനെ തന്നെ ഇരിക്കും നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കും. അതാണ് വ്യത്യാസം. വാസ്തവത്തിൽ സ്വപ്നത്തിൽ നമ്മൾ വിചാരിക്കുന്നത് സ്വപ്നമാണ് ഇപ്പം നശിക്കുമെന്നാണ്. നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. ഇതുപോലെ തന്നെ അവിടെ നമ്മളെല്ലാം അനുഭവിക്കുക ചെയ്യുന്നത്. ഇപ്പം ഈ ദേശകാലങ്ങളുടെ വ്യത്യാസമുണ്ട്. ഈ കാലത്തിന് നമ്മൾ ഈ രാജാവ് യുദ്ധം ചെയ്യാൻ പോയ കഥയൊക്കെ വായിച്ചിട്ടില്ല. എൻ്റെ ഭാഗവതത്തിൽ യുദ്ധം ചെയ്തിട്ട് തിരിച്ചു വന്നപ്പം ഒരുപാട് തലമുറകൾ കഴിഞ്ഞു. ഈ കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഗുഹയിൽ പോയി. കൃഷ്ണൻ അവിടെ കിടന്നിട്ട് ഒരുത്തനെ കൊന്ന് അദ്ദേഹത്തെ മുചുകുന്ദൻ യഥാ ചോക്തം അസ്യ ലോകസ്യ സർവാവതോ മാത്രാമപാദായ. ഈ ബൃഹദാരണ്യവസ്ഥയെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അസ്യ ലോകസ്യ സർവാവത, ഈ സർവാവത എല്ലാ സാധനങ്ങളോടും കൂടി അങ്ങനെ സമർത്ഥനായിരിക്കുന്ന ഒരാളുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ജീവനുണ്ടല്ലോ, ആ ജീവൻ സകലകരണങ്ങളോടും കൂടി ഇരിക്കുക ഇപ്പോഴും ജാഗ്രതയിൽ. അവിടുന്ന് ആ സർവ്വകരണങ്ങളോടും കൂടിയിരിക്കുന്ന ആ ജീവൻ അസ്യ ലോകസ്യ, ഈ ലോകത്തിൽ. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ കരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് ആ കരണങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കരണങ്ങളുടെയൊക്കെ
മാത്രാമപാതായ. അപ്പോൾ ഇവിടെ എന്തൊക്കെ നമുക്ക് അനുഭവം ഉണ്ടായോ അതിൻ്റെ എല്ലാം അതിൻ്റെ സംസ്കാരം മാത്രം എടുത്തുകൊണ്ട് സ്വപ്നത്തിൽ പോകും. സ്വപ്നത്തിൽ പോയിട്ട് എന്താണ് ഈ രഥയോഗം എന്നൊക്കെ പറഞ്ഞത് പിന്നെ വിജ്ഞാനമയനായ ജീവൻ ഈ ഇതെല്ലാം കൊണ്ടുപോയിട്ട് ഒരു പുതിയ ലോകം അങ്ങ് സൃഷ്ടിക്കുകയാണ്. അതാണ് ഇതിൻ്റെ പരേദേവേ ഏകീഭവതി എന്നൊക്കെ മനസ്സിൽ പരേദേവേ ഏകീഭവതി എന്നൊക്കെ വിളിച്ചു. പരേദേവേ മനസ്സ് ഏകീഭവതി. ഈ ഇതെല്ലാം പോയിട്ട് ഈ സംസ്കാരം മനസ്സിൽ അങ്ങനെ ഇരിക്കും. ആ മനസ്സിലിരിക്കുന്ന സംസ്കാരം സ്വപ്നമായിട്ട് എന്നുള്ളത് അതാണ് ഈ വിജ്ഞാനമയനായ ജീവൻ്റെ മഹിമ. അയാളാണ് തൈജസ്. ഇത് പ്രസ്തുത്യ അത്രേഷ ദേവ സ്വപ്നെ മഹിമാനമനുഭവതി. ഇതെല്ലാം അനുഭവിക്കുകയാണ് ഈ ജീവൻ. മഹിമാനം അനുഭവതി ഇത്യാഥർവനെ ഇന്ദ്രിയാപേക്ഷയ അന്തസ്തത്വാത് മനസ്സഃ തദ്വാസനാരൂപാത് സ്വപ്നെ പ്രജ്ഞായസ്യ ഇതി അന്തഃപ്രജ്ഞ. അന്തഃപ്രജ്ഞ എന്ന് പറയാൻ കാരണം ഇന്ദ്രിയാപേക്ഷയ അന്തസ്തത്വാത്. ഇന്ദ്രിയങ്ങളോട് നമ്മൾ ഓരോന്നിനെ കാണുമ്പം അത് അതിനേക്കാളും സൂക്ഷ്മമായതുകൊണ്ട് അതിന് അന്തസ്ഥം പറയും. സ്വപ്നസ്ഥാനം അന്തഃപ്രജ്ഞ എന്ന് പറയുന്നത്. അന്തഃപ്രജ്ഞ എന്ന് പറഞ്ഞാൽ സ്ഥൂല വിഷയങ്ങളിലല്ല സൂക്ഷ്മ വിഷയങ്ങളിലാണ് പ്രജ്ഞയിരിക്കുന്നത്. ബുദ്ധി നമ്മൾ അറിയുന്നത് ബുദ്ധിയാണല്ലോ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബുദ്ധി അറിയുന്നത് വളരെ സൂക്ഷ്മമായ വിഷയങ്ങളെ ആയതുകൊണ്ട് അന്തഃപ്രജ്ഞ. മനസ്സസ്തദ്വാസനാരൂപാച സ്വപ്നെ പ്രജ്ഞായസ്യ ഇതി അന്തഃപ്രജ്ഞ. അങ്ങനെ വാസനാരൂപമായ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അന്തഃപ്രജ്ഞ എന്ന് പറയും. വിഷയശൂന്യായാം പ്രജ്ഞായാം കേവല പ്രകാശസ്വരൂപായാം വിഷയിത്വേന ഭവതി ഇത് തൈജസഃ. തൈജസ് എന്ന പേര് വന്നത് എന്താണ്? വിഷയശൂന്യായാം പ്രജ്ഞായാം. പ്രജ്ഞ വാസ്തവത്തിൽ ഒന്നുമില്ലല്ലോ, ഒരു വിഷയവുമില്ല. വിഷയം ഒന്നുമില്ലാത്ത നമ്മുടെ ബുദ്ധി. ആ ബുദ്ധിയിൽ കേവല പ്രകാശസ്വരൂപ. അത് തനിയെ ബുദ്ധി ഈ ചൈതന്യ പ്രതിബിംബം ഉള്ളതുകൊണ്ട് പ്രകാശിച്ചാണ് ഇരിക്കുന്നത്. ബുദ്ധി പ്രകാശസ്വരൂപായാം വിഷയിത്വേന ഭവതി ഇതി തൈജസ. ഒരു വിഷയവുമില്ല, പക്ഷേ എനിക്ക് വിഷയമുണ്ട് എന്നങ്ങ് അഭിമാനിക്കുക. ഞാനിപ്പോൾ ഒന്നും കാണുന്നില്ല, എന്നാലും കാണുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കാണുന്നേ ഇല്ല സ്വപ്നത്തിലിരുന്നാൽ, എന്നാൽ ഞാൻ കാണുന്നുണ്ടെന്ന് അഭിമാനിക്കുക. വിഷയമില്ലെങ്കിലും ഉണ്ട് എന്ന് അഭിമാനിക്കുക. അതാണ് തൈജസ്. അതുകൊണ്ടാണ് തൈജസ് എന്ന് പറയുന്നത്. തൈജസഃ വിശ്വസ്യ സവിഷയത്വേന പ്രജ്ഞായ സ്ഥൂലായ പൂജ്യത്വം. വിഷയമുള്ളത് കൊണ്ട് പൂജ്യത്വം. സ്ഥൂലഭുക്ക് എന്ന് പറയുന്നില്ല നേരത്തെ, ജാഗ്രത സ്ഥൂലഭുക്കായിരിക്കുന്നത് സ്ഥൂല വിഷയങ്ങൾ ഉള്ളത് കൊണ്ടാണ്. വിഷയമുണ്ട്. അതേസമയം ഇഹ പുനഃ കേവല വാസനാമാത്ര പ്രജ്ഞ പൂജ്യ ഇതി. വാസന മാത്രമേ ഉള്ളൂ, വിഷയമില്ലാതെ വാസന മാത്രമാണ് പൂജ്യ നമുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് പ്രവിവിക്തോ ഭോഗ ഇതി. ദ്വിതീയ പാദസ്തൈജസ. രണ്ടാമത്തെ പാദം തൈജസ്. തൈജസ് എന്ന് പറയുന്നത് തൈജസ് എന്നുള്ളതുകൊണ്ട് തൈജസ്സോട് കൂടിയ എന്നർത്ഥം പറയുന്നത്. എന്തുകൊണ്ടാണ്? ആ സ്വന്തം പ്രജ്ഞ കൊണ്ടാണ് ഇതെല്ലാം കാണുന്നത്. തൻ്റെ ആ ഒരു പ്രജ്ഞ കൊണ്ടാണ് എല്ലാം. ഒരു വിധത്തിൽ ഈ വിജ്ഞാനമയൻ എന്ന് പറയുന്ന ജീവന് ഇത്രയും ഉപാധിയോടുകൂടി ഇരിക്കുമ്പോൾ ജാഗ്രത അവസ്ഥയിലിരിക്കുന്നു. മറ്റേ ഈ കുറേ ഉപാധി തള്ളി മറ്റേ ഉപാധികൾ മാത്രം. വിജ്ഞാനമയന് ഒരു മാറ്റവും വരുന്നില്ല, ഉപാധികൾ മാത്രമേ മാറുന്നുള്ളൂ. ഇപ്പോൾ സ്വപ്നമാണ്. അതും മാറിക്കഴിഞ്ഞാൽ ഈ ഉറക്കത്തിൽ വരുമ്പോൾ എന്താണ് ശരിക്കും വിജ്ഞാനമയൻ എന്ന് പറയുന്നത് വിജ്ഞാനം മാത്രമാണ്. ആ വിജ്ഞാനം മാത്രം എന്നുള്ളത് നമുക്കറിയാൻ, ആ ജീവനെ വിജ്ഞാനമയൻ അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആ വിദ്യ. അതിനെ ജ്ഞാനം കൊണ്ടേ മാറുള്ളൂ, അതിനെ വിദ്യ കൊണ്ടേ. അതുപോലെ നമ്മൾ ചിന്തിച്ച് ഈ അവിദ്യ എന്നുള്ളതിനെ അത് ഈശ്വര അനുഗ്രഹം തന്നെ വേണം അത് മാറണമെങ്കിൽ. ഗീതയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ ആത്മഭാവത്തിൽ നിന്നിട്ട് ഞാൻ എൻ്റെ ജ്ഞാനത്തെ ഇല്ലാതാക്കണമെന്നൊരു ശ്ലോകമില്ലേ ഭാഗത്ത് ഗീതയിൽ? നോക്കുന്നില്ല. അജ്ഞാനജം തമഃ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. അപ്പോൾ ജ്ഞാനദീപം
ആ ഈശ്വരൻ തന്നെ ധരിച്ചു തരണം. അതിന് ഉപാസനയാണ്, ഈശ്വരനെ ആശ്രയിക്കുക എന്നുള്ളതാണ് മാർഗം. കാരണം ഈശ്വരനാണ് ഈ പ്രപഞ്ചത്തിന് കാരണം. ഈശ്വരനും മായയ്ക്കോ ഈശ്വരനോ ഒന്നും ഈ ബ്രഹ്മമായിട്ടൊരു സമ്പർക്കവുമില്ല. അപ്പം നമ്മളിരുന്ന് വിചാരിക്കുന്നതിനാ എല്ലാം ഞാൻ ബ്രഹ്മമാണ്, അയമാത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ അയമാത്മാ ബ്രഹ്മയാകും? അപ്പോൾ എനിക്ക് ഈ വിഷയങ്ങളോടൊന്നും സമ്പർക്കമില്ലാതെ ഈശ്വരലീല അല്ലേ, ദുഷ്ടം യഥാ പശ്യത്തി അന്യമീശം അസി മഹിമാനം ഇത് വീരചോത്രത്തിൽ. ഇതെല്ലാം ഈശ്വരൻ്റെ മഹിമാനം മാത്രമായിരുന്നു. തൻ്റെ യഥാർത്ഥ സ്വരൂപം ഇതാണ് എന്ന് അറിയുക. അപ്പം ഞാനെന്നുള്ള വസ്തു, അതിൻ്റെ ലക്ഷ്യം ഈ സർവാധിഷ്ഠാനമായ കേവല ചൈതന്യമാണ് എന്ന് സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് എല്ലാത്തിൻ്റെയും ലക്ഷ്യം. ഭദ്രം കർണേ ശുശ്രൂയാം സ്ഥിരൈരംഗൈസ്തുവാം സസ്തനൂഃ ശ്രീമതിഹിതം ദദായി. ഓം സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः സ്വസ്തി ന പൂഷാ വിശ്വവേദാः സ്വസ്തി നസ്താക്ഷ്യോ അരിഷ്ടനേമിः സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി.